ഹലോ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവെ മടിയുള്ള കാര്യമാണ് വീട്ടിലെ ചവിട്ടി വൃത്തിയാക്കുക എന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഈ അലക്കുകല്ലിലൊക്കെ ചെന്ന് ഉറച്ച് വൃത്തിയാക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടാണ്. വാഷിംഗ് മെഷീനിൽ ഇടാന്നുള്ളതും അത്ര പോസിബിൾ അല്ല. അപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ ചവിട്ടിയിലുള്ള എത്ര വലിയ അഴുക്കാണെങ്കിലും നമുക്ക് കഴുകി കളയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ടിപ്പാണിത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ആദ്യം വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് സോപ്പും പൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അപ്പക്കാരം ഒരു 2 സ്പൂണോളം ചേർത്താൽ മതിയാവും. അത് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചവിട്ടി പൊതരാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഒരു കമ്പ് എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അഴുക്കുള്ള ചവിട്ടി ഇതിലേക്ക് പുതർത്തി വെക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇത്രയും അഴുക്കുണ്ട് ഈ ചവിട്ടിയിൽ. അപ്പൊ ഇത് നമുക്ക് എത്രത്തോളം ക്ലീൻ ആവുമെന്ന് നോക്കാം. ഒരു ചവിട്ടിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് വല്ല കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇത് എത്രത്തോളം സമയം നമ്മൾ അധികം വെക്കുന്നോ അത്രത്തോളം നല്ല റിസൾട്ട് കിട്ടും, അത്രത്തോളം ചളി തിന്നു പോവും. ഇതിപ്പോൾ ഞാനൊരു 1/4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ, പക്ഷെ ഇത്രയും ചളി തിന്നു പോയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒരു 2-3 നല്ല വെള്ളത്തിലും ഇത് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പണി. അപ്പൊ ഇത്രത്തോളം വൃത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത്ര കളറ് വെച്ചിട്ടുണ്ട് ചളിയൊക്കെ പോയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.